ഹലോ. അപ്പോൾ നമ്മളിന്നൊരു സിഗരറ്റ് പാൻറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ രണ്ടെണ്ണം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും വ്യത്യസ്ത രീതിയിലാണ്. അപ്പോൾ ഇത് വേറൊരു രീതിയിലാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. അപ്പോൾ നമ്മൾ ആദ്യം തുണി രണ്ടാക്കി മടക്കിയെടുക്കുക. അപ്പോൾ ഫ്രണ്ട് പോർഷനാണ് ആദ്യം മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹിപ്പ് റൗണ്ടിൻ്റെ 1/4 ഭാഗം പ്ലസ് 1 ഇഞ്ചാണ് നമ്മളവിടെ മാർക്ക് ചെയ്തത്. എന്നിട്ട് അടിയിലോട്ട് നമ്മൾ ആ ഒരു പട്ടയ്ക്ക് കൊടുക്കേണ്ട ആ ഒരു ലെങ്ത്ത് ഒരു 2.5 ഇഞ്ചാണ് കേട്ടോ ഇവിടെ. അപ്പോൾ 2 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കൊക്കെ ആണെങ്കിൽ 2.5 ഇഞ്ച് കൊടുക്കുക. ഇങ്ങനെ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴത്തോട്ട് നമ്മൾ ക്രോച്ച് ലെങ്ത്ത് കണ്ടുപിടിക്കണം. അതിനായിട്ട് ഹിപ്പ് റൗണ്ടിൻ്റെ 1/4 ഭാഗം പ്ലസ് 2 ഇഞ്ച് അതവിടെ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇപ്പുറത്തോട്ട് ആ ക്രോച്ച് ഏരിയ ഒരു 2.5 ഇഞ്ച് ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡബിൾ എക്സൽക്കാർക്കൊക്കെ കുറച്ചുകൂടി കൂടുതൽ നമ്മൾ മാർക്ക് ചെയ്യണം. ഒരു 3 ഇഞ്ച് 3.25 അങ്ങനെ വണ്ണത്തിനനുസരിച്ച് നമ്മളത് കൂടുതൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതൊന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നേർ പകുതി നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. ആ ക്രോച്ച് ഏരിയയുടെ അവിടെ നിന്ന് ടേപ്പ് പിടിച്ചിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് താഴത്തോട്ട് നമ്മൾ ആ ഒരു ലൈൻ വരച്ചതിൻ്റെ താഴത്തോട്ട് കറക്റ്റ് നമ്മുടെ ലെങ്ത്ത് എത്രയാണോ അതൊന്ന് അവിടെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 35 നമുക്ക് കറക്റ്റ് ലെങ്ത്ത് വേണ്ടതെങ്കിൽ ആ ഒരു 35 നമ്മൾ അവിടെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനടിയിലോട്ട് വേണം നമ്മൾ മടക്കി തയ്ക്കാനുള്ള പോർഷൻ മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ കറക്റ്റ് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്തൊരു ലൈൻ വരച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു സെൻറ്ററിലോട്ട് ഈ ആദ്യം മാർക്ക് ചെയ്ത ആ ഒരു സെൻറ്റർ പോയിൻ്റ് ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്യാം. കണ്ടോ? എന്നിട്ട് അത് നമ്മൾ കറക്റ്റായിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഇനി നമ്മൾ ആ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ട് ആ ഒരു 2 സൈഡിലോട്ടും നമുക്ക് ആംഗിൾ റൗണ്ട് എത്രയാണോ വേണ്ടത് അതിൻ്റെ 1/4 ഭാഗം കാണാം. എന്നിട്ട് നമ്മളത് അവിടെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 3 ഇഞ്ചാണ് എനിക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു 3 ഇഞ്ച് അപ്പുറത്തെ സൈഡിലോട്ടും ഇപ്പുറത്തെ സൈഡിലോട്ടും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സെൻറ്റർ പോയിൻറ്റിൻ്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും. ഇനി അടിയിലോട്ട് നമ്മൾ എത്രയാണോ നമുക്ക് മടക്കി തയ്ക്കാനായിട്ട് ആവശ്യം ആ ഒരു തുണി നമ്മൾ മാർക്ക് ചെയ്യുക. ഞാനിവിടെ 2.5 തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് തുണിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. 1.5 വേണ്ടവർക്ക് 1.5 മാർക്ക് ചെയ്യാം. അപ്പോൾ 1 ഇഞ്ച് നമുക്ക് മടക്കി തയ്ക്കുമ്പോൾ കിട്ടും. ആ ഒരു രീതിക്ക് മാർക്ക് ചെയ്യാം. വീതിക്ക് മടക്കി തയ്ക്കണം എന്നുള്ളവർക്ക് ആ രീതിക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ ഒരു ആദ്യം വരച്ച ആ ഒരു ലൈൻ്റെ സെൻറ്റർ പോയിൻ്റ് കാണാം. അവിടെയാണ് നമ്മൾ നീ റൗണ്ട് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നീ റൗണ്ടിൻ്റെ 1/4 ഭാഗം അപ്പോൾ അത് എത്രയാണെന്ന് കണ്ടിട്ട് അത് നമുക്ക് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു 4 ഇഞ്ച് നമ്മൾ ആ ഒരു സൈഡിലോട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് ആ ഒരു പോയിന്റിൽ നിന്ന് ആ ക്രോച്ച് ഏരിയയിലോട്ടും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. പിന്നെ ഈ റൗണ്ട് അടയാളപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു രീതിക്ക് വരച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ടേപ്പ് പിടിച്ച് വരച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ക്രോച്ച് ഏരിയയുടെ ആ ഒരു ഭാഗത്ത് ചെറിയൊരു കർവ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ. അപ്പോൾ ഈ ഫ്രണ്ട് പോർഷൻ വെച്ചിട്ട് വേണം നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കണ്ടോ, ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ലൈൻ നമ്മൾ ആ ഒരു മടക്കി തയ്ക്കാൻ കൊടുത്തിരിക്കുന്ന ആ ഒരു ലൈനിൻ്റെ ആ ഒരു ഭാഗത്ത് ചെറിയൊരു നോച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്ക് പോർഷനാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇത് വീതി കുറഞ്ഞ തുണി ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വീതിയുള്ള തുണിയാണെങ്കിൽ നമുക്ക് ക്രോച്ച് ഏരിയ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ തുണി വെച്ചിട്ട് ഇപ്പുറത്തോട്ട് നമ്മൾ ക്രോച്ച് ഏരിയ 2.5 ഇഞ്ച് എടുത്ത ആ ഒരു 2.5 ഇഞ്ച് തന്നെ ഇപ്പുറത്തോട്ട് കിട്ടാവുന്ന രീതിയിൽ വേണം നമ്മൾ തുണി മടക്കിയിടാനായിട്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് വീതി കുറഞ്ഞ തുണി ആയതുകൊണ്ട് ഞാൻ കിട്ടുന്ന ആ ഒരു ഭാഗമാണ് എടുക്കുന്നത്. അതുപോലെ നമ്മൾ ആ തുണി കുറച്ച് ഇറക്കി വെക്കണം. നമ്മൾ ക്രോച്ച് ഏരിയ എടുത്ത ആ ഒരു ലെങ്ത്ത് തന്നെ നമുക്ക് മുകളിലോട്ടും കയറ്റി മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു 2.5 ഇഞ്ച് താഴ്ത്തി വേണം നമ്മൾ ഫ്രണ്ട് പോർഷൻ വെക്കാനായിട്ട്. കണ്ടോ? അപ്പോൾ ഞാൻ 2.5 ഇഞ്ച് ഇതുപോലെ മുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സൈഡിലോട്ടും നമ്മൾ മാർക്ക് ചെയ്യുക 2.5 ഇഞ്ച് തന്നെ. കണ്ടോ? ആ ക്രോച്ച് ഏരിയയുടെ ഇപ്പുറത്തോട്ടും നമ്മൾ 2.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3 ഇഞ്ചാണ് ക്രോച്ച് ഏരിയ എടുക്കണമെങ്കിൽ നമ്മൾ ആ മുകൾ ഭാഗത്തും ഈ സൈഡിലോട്ടും 3 ഇഞ്ച് തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു പോർഷനിൽ എനിക്ക് 2.5 ഇഞ്ച് കിട്ടുന്നില്ല എങ്കിലും കിട്ടുന്ന ആ ഒരു തുണി നമ്മൾ എടുക്കുന്നുണ്ട്. അവിടെ ഇറുക്കം വരാതിരിക്കാനാണ് നമ്മൾ ബാക്ക് പോർഷനിൽ കുറച്ച് നമ്മൾ ഒന്ന് വീതിയിൽ നമ്മൾ എടുക്കുന്നത്.
എന്നിട്ട് ആ ഒരു ക്രോച്ചേരിയുടെ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ആ ഫ്രണ്ട് പോർഷൻ്റെ ആ ഒരു കറക്റ്റ് തുണിയിലോട്ട് വേണം ചെരിച്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് ഇതുപോലെ ചെരിച്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു അപ്പുറത്തെ സൈഡ് നമ്മൾ കറക്റ്റ് നമ്മുടെ ആ ഫ്രണ്ട് പോർഷൻ്റെ അത്രയും ലെങ്ത്ത് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഇനി ഈ ഒരു അടിയിലോട്ടുള്ള ആ ഒരു പോർഷനിൽ നമ്മൾ 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് പോവുക. അതെല്ലാവർക്കും 2 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്താൽ മതി. ഏത് സൈസുകാർക്കും 2 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇതുപോലെ അതൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ? അപ്പോൾ രണ്ടിൻ്റെയും ആ ഒരു ഭാഗം കറക്റ്റ് സെയിം തന്നെയായിരിക്കും. ഈ ഒരു ക്രോച്ച് ഏരിയയുടെ ഭാഗത്ത് മാത്രമാണ് നമുക്ക് 2.5 ഇഞ്ച് നമ്മൾ കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്തത്. അതുപോലെ ക്രോച്ച് ഏരിയയുടെ ഇപ്പുറത്തോട്ടും നമ്മൾ അതേപോലെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അടിയിലോട്ട് പോകുന്തോറും നമ്മൾ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അതൊന്ന് ശ്രദ്ധിക്കാം. ബാക്കിയൊക്കെ സെയിം തന്നെ നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പുറത്തെ സൈഡ് കണ്ടോ? കറക്റ്റ് ആ ലൈനിൽ കൂടി തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. അതിൽ നമുക്ക് മാറ്റമൊന്നും വരുത്തേണ്ടതില്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പോക്കറ്റ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ സിഗരറ്റ് പാൻറ്റ് ചെയ്ത് കാണിക്കുന്നത്. അതുപോലെ മുകളിൽ നമ്മൾ സെപ്പറേറ്റ് പട്ട കൊടുക്കാതെ നമ്മൾ ആ തുണിയിൽ നിന്ന് തന്നെ വെച്ച്, അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. എൻ്റെ മറ്റേ രണ്ട് വീഡിയോയിലും കണ്ടാൽ മനസ്സിലാവും. പക്ഷേ തുണി തികയാതെ വരുമ്പോഴാണ് ഞാൻ മുന്നിട്ട ആ വീഡിയോയുടെ ആ ഒരു രീതിക്ക് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ലെങ്ത്ത് കൂടിയ തുണിയായതുകൊണ്ടാണ് നമുക്കിപ്പോൾ മുകളിലത്തെ ആ ഒരു പീസൊക്കെ കിട്ടിയത് കേട്ടോ. ഇനി നമുക്ക് പോക്കറ്റിനുള്ള തുണിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഒരു 14 ഇഞ്ച് ലെങ്ത്തും 12 ഇഞ്ച് വിഡ്ത്തിലുമാണ് നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് അതിനെ 2ആക്കി മടക്കിയെടുക്കുക. അപ്പോൾ 14 ഇഞ്ചിനെ 2ആക്കി ഇതുപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഓപ്പണിംഗ് സൈഡിൽ ഇതുപോലെ കർവ് ചെയ്തൊന്ന് വരച്ച് ആ ഒരു പോക്കറ്റിൻ്റെ ഷേപ്പ് കിട്ടാനായിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളിത് ഒരു 1 ഇഞ്ച് താഴ്ത്തി നമ്മളിതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. ഇനി നമ്മൾ ആ ഫ്രണ്ട് പോർഷനിലാണ് നമ്മൾ പോക്കറ്റ് പിടിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫ്രണ്ട് പോർഷൻ്റെ ആ ഒരു മാർക്ക് ചെയ്ത ആ ഒരു ലൈനിൻ്റെ താഴത്തോട്ട് 1 ഇഞ്ച് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇപ്പുറത്തോട്ടൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഒരു 6 ഇഞ്ച് ലെങ്ത്തിൽ 6 ഇഞ്ചോ 6.5 ഇഞ്ചോ ഒക്കെ എടുക്കാം. ഇതുപോലെ ഒരു 1/2 ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് ഉള്ളിലോട്ട് മാർക്ക് ചെയ്തിട്ട് അതൊരു ബോക്സ് പോലെ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. കറക്റ്റ് ഒരു ബോക്സ് പോലെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് കറക്റ്റ് ആ മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് നമ്മൾ ആ ഒരു പോക്കറ്റിൻ്റെ ആ ഒരു ഭാഗം വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ക്രോച്ച് ഏരിയകൾ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഫ്രണ്ട് പോർഷൻ്റെ ക്രോച്ച് ഏരിയയും ബാക്ക് പോർഷൻ്റെ ക്രോച്ച് ഏരിയയും ഡബിൾ സ്റ്റിച്ച് ഇട്ട് ഒന്ന് അടിച്ചിട്ട് വരാം. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ ആദ്യം ആ മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് ആ പോക്കറ്റിൻ്റെ ആ ഒരു ഭാഗം വെച്ച് കൊടുക്കുക. അപ്പോൾ റോങ് സൈഡാണ് നമ്മൾ മുകളിലോട്ട് വരുന്ന രീതിയിൽ വെക്കുന്നത്. നല്ല ഭാഗം ആ തുണിയുടെ നല്ല ഭാഗത്തോട്ട് വേണം വെക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ആ ഒരു കറക്റ്റ് ബോക്സാക്കി നമ്മളൊന്ന് കറക്റ്റായിട്ട് തന്നെ ഒന്ന് ആ ഒരു ബോക്സ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ താഴത്തോട്ടും ആ മുകളിൽ സ്റ്റിച്ചിൻ്റെ മുകളിലോട്ടും ആയിട്ട് ഇതുപോലെ ഒരു കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. അത് മറച്ചെടുക്കാനുള്ള എളുപ്പത്തിനാണ്. കണ്ടോ? അതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മളതിങ്ങനെ മറച്ചെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ പോക്കറ്റിൻ്റെ ആ ഒരു ഇപ്പുറത്തെ ഭാഗം തയ്യൽ തുമ്പൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങോട്ട് മറച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് അവിടെ ഒരു പതിച്ചൊരു സ്റ്റിച്ച് കൊടുക്കാം. ഇതുപോലെ പതിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പോക്കറ്റിൻ്റെ ആ ഒരു നല്ല ഭാഗം തമ്മിൽ യോജിപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കുക. എന്നിട്ട് അത് രണ്ടും കൂടി നമ്മളിതുപോലെ സൈഡ് വശങ്ങളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഞാൻ ചെയ്തതൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഇതുപോലെ ഒന്ന് ആ ഒരു സൈഡ് ഭാഗം ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അതൊന്ന് ഇതുപോലെ ഒന്ന് മറച്ചെടുക്കുക. കണ്ടോ? ആ പടിപ്പൊക്കെ നമുക്ക് ഉള്ളിലോട്ട് പോയി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റ് ആ ഒരു തുണി ഇതുപോലെ വെച്ചിട്ട് ആ ഒരു തയ്യൽ തുമ്പിലോട്ട് കണ്ടോ? കറക്റ്റ് നമുക്ക് ആ ഒരു തുണി നമ്മൾ പോക്കറ്റിൻ്റെ ആ വെച്ച ഭാഗത്ത് നിന്ന്
അടിക്കാനുള്ള നമുക്ക് ആ ഒരു തുണി കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോക്കറ്റിൻ്റെ ആ ഒരു ചെയ്ത ആ ഒരു ഭാഗത്ത് നിന്ന് കറക്റ്റായിട്ടൊരു സ്റ്റിച്ച് വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കുക. ആ ഒരു ലൈനിൽ കൂടെ വേണം നമുക്കത് അടിച്ചെടുക്കാനായിട്ട്. പോക്കറ്റിലേക്ക് കയറി സ്റ്റിച്ച് ചെയ്യാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതുപോലെ നമ്മൾ ആ പോക്കറ്റിൻ്റെ ആ ഒരു തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് മുകളിൽ നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് മടക്കി തയ്ച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഇലാസ്റ്റിക് ഇല്ല, ബാക്കിൽ മാത്രമാണ് നമ്മൾ ഇലാസ്റ്റിക് കൊടുക്കുന്നത്. അപ്പോൾ ആ പോക്കറ്റ് നമ്മൾ ആ തയ്യൽ തുമ്പൊക്കെ ഉള്ളിലോട്ട് മറിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് ഭാഗത്തിൻ്റെ ആ ഒരു പോർഷൻ മുകൾ ഭാഗം ഒന്ന് 1/2 ഇഞ്ചിലൊന്ന് തയ്ച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഫ്രണ്ട് പോർഷൻ്റെ ആ ഒരു ഭാഗത്തോട്ട് ആ ബാക്ക് പോർഷൻ മറച്ച് ഇതുപോലെ വയ്ക്കുക. തയ്യൽ തുമ്പ് നല്ല വശത്തേക്ക് ഇരിക്കത്തക്ക രീതിയിൽ വയ്ക്കുക. എന്നിട്ട് ഇലാസ്റ്റിക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങളൊന്ന് ചെയ്യുന്നതൊന്ന് ശ്രദ്ധിക്കുക. ആ ഒരു സ്റ്റിച്ചിങ് വരുന്ന ആ ഒരു പകുതി പോർഷൻ ഇലാസ്റ്റിക് നമുക്ക് മതിയാവും. ആ ഒരു ബാക്ക് പോർഷൻ്റെ ആ ഒരു ക്രോച്ച് ഏരിയയുടെ ആ ഒരു അടിപ്പ് വന്നിരിക്കുന്ന ആ ഒരു ഭാഗത്തെ അത്രയും ലെങ്ത്ത് നമുക്ക് മതിയാവും. പകുതി മതിയാവും ഇലാസ്റ്റിക്കിൻ്റെ ആ ഒരു ലെങ്ത്ത്. അപ്പോൾ അത് നമ്മളവിടെ അടിച്ച് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു സൈഡും അതുപോലെ തന്നെ നമ്മൾ കണ്ടോ, ഈ ഒരു ബാക്ക് പോർഷൻ്റെ ആ ഒരു ഭാഗം ഫ്രണ്ടിലോട്ട് ഇതുപോലെ വെച്ചിട്ട് കണ്ടോ, എന്നിട്ട് നമുക്ക് ആ ഇലാസ്റ്റിക് ഈ എൻഡിലേക്ക് കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മൾ മറച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ജോയിൻ്റ് ഒന്നും കാണാത്ത രീതിയിൽ നമ്മൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. കറക്റ്റായ ഇലാസ്റ്റിക് ഒന്ന് അടിച്ച് അവിടെ ഒന്ന് യോജിപ്പിച്ച് വെക്കാം. കണ്ടോ, അപ്പോൾ ആ ഒരു അടിപ്പ് നമുക്ക് കണ്ടോ, തയ്യൽ തുമ്പൊക്കെ ഒന്ന് കാണാത്ത രീതിയിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ 1/2 ഇഞ്ചിലൊന്ന് മടക്കി തയ്ച്ചിട്ടുണ്ടായിരുന്നു ബാക്ക് പോർഷൻ്റെ ആ ഒരു ഭാഗം, ഇലാസ്റ്റിക് ഇടുന്ന ആ ഒരു ഭാഗം ആദ്യം ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ മടക്കി തയ്ച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് പിന്നെ മടക്കി തയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇനി അടിഭാഗമാണ്. അടിഭാഗം നമ്മൾ ആദ്യം നല്ല ഭാഗത്ത് ഇതുപോലെ നല്ല ഭാഗത്തോട്ട് മടക്കിയിട്ട് നല്ല ഭാഗത്തോട്ടേക്ക് മടക്കി ഇതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ടത് മറച്ചെടുക്കുമ്പോൾ നമുക്കവിടെ ഒരു ഓപ്പണിംഗ് പോലെ നമുക്ക് കിട്ടും. അതുപോലെ അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ചെയ്യാം. നമ്മൾ ഇലാസ്റ്റിക് യോജിപ്പിച്ച ആ ഒരു സൈഡിൽ വേണം നമ്മൾ സ്ലിറ്റ് കൊടുക്കാനായിട്ട് കേട്ടോ. ഇതുപോലെ 1/2 ഇഞ്ചിൽ ആദ്യം അടിഭാഗം ഒന്ന് മടക്കി തയ്ക്കുക. എന്നിട്ട് വേണം ഇതുപോലെ നല്ല ഭാഗത്തോട്ട് തുണി മടക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്നടിക്കാനായിട്ട്. എന്നിട്ടത് തിരിച്ചെടുക്കുമ്പോൾ ഈ ബാക്ക് സൈഡിലോട്ട് തിരിഞ്ഞു വരും. എന്നിട്ടത് കറക്റ്റായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് അവിടെ നിന്ന് താഴോട്ട് നമുക്കതൊന്ന് ആ ഒരു ഭാഗം അടിച്ച് യോജിപ്പിക്കാം. കണ്ടോ, ആ ഒരു ഭാഗത്താണ് നമ്മൾ അടിയിൽ നമ്മൾ സ്ലിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അടിഭാഗത്തോട്ട് ഇതുപോലെ നമ്മളൊന്ന് അടിച്ച് യോജിപ്പിച്ച് വെക്കണം. അപ്പോൾ ആ ഒരു ഓപ്പണിംഗ് വരെ മാത്രം ഒന്ന് അടിച്ചൊന്ന് കുത്തി നിർത്താം. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് അത് മറച്ചെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാകും. ആ ഒരു സ്ലിറ്റ് നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്യുമ്പോൾ നല്ല ഒരു പെർഫെക്റ്റായിട്ട് നമുക്ക് സിഗരറ്റ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ പോക്കറ്റും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ ഒരു ഇലാസ്റ്റിക് കൊടുത്ത ആ ഒരു ഭാഗത്ത് തന്നെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് ശേഷം ക്രോച്ച് ഏരിയയുടെ ആ ഒരു ഭാഗം കൂടി അടിച്ച്